ജെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു നടീലിനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഇപ്പോൾ മഴക്കാലമാണല്ലോ, എല്ലാവിടെയും മഴയാണ്. അപ്പോൾ നമുക്ക് മുറ്റത്തൊക്കെ ഇറങ്ങി പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുകയും വേണം കേട്ടോ. ഈ മഴക്കാലം ആയതുകൊണ്ട് എല്ലാ വഴുക്കലും അതുപോലെ വീഴാനൊക്കെ ഇടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വേപ്പിൻ്റെ ഇല നമ്മുടെ ചട്ടികളിലൊക്കെ നട്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുക്കള ഭാഗത്ത് സൈഡിൽ തന്നെ വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കറിക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഞാൻ മുന്നേ ചേർന്നതാണ്. ഇവിടെ ഇപ്പോൾ നട്ടുവെച്ചിരിക്കുന്നത് ചിരട്ട ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അടിയിൽ കുറച്ച് കരിയിലയും മണ്ണും ഒക്കെ ഇട്ട് കുറച്ച് ചിരട്ടയിട്ട് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചിരട്ടയൊക്കെ ഇട്ട് വെച്ച് നട്ടുവെച്ചിരിക്കുന്നതാണ്. ഒക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ബുഷിയായിട്ട് വളർത്തണമെങ്കിൽ നമ്മളെപ്പോഴും ഇതിൻ്റെ തളിരിലകളൊക്കെ നമ്മൾ നുള്ളിക്കളയണം. ഇടയ്ക്കിടയ്ക്ക് വരുന്ന തളിരിലകൾ നുള്ളുമ്പോൾ അത് ബ്രാഞ്ചസ് ആയിട്ട് വരും. അല്ലെങ്കിൽ അത് നീണ്ടു പോകത്തേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ തളിരില നുള്ളണം. ഇങ്ങനെ നുള്ളി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ബുഷിയായിട്ടുള്ള വേപ്പിൻ്റെ ഇല കിട്ടും. കണ്ടോ, ഇതിപ്പോൾ അങ്ങനെ ഞാൻ നുള്ളി ബുഷിയാക്കി വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കുന്ന ഒരു വേപ്പിൻ്റെ ഇലയാണ്. ഇതിൻ്റെ മാതൃവൃക്ഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ള തൈകളാണ്. അതും അപ്പോൾ നമുക്ക് വേരും കിട്ടും പറിച്ചു വയ്ക്കാനായിട്ട്. പിന്നെ വേപ്പിൻകുരു പാവി മുളപ്പിച്ചും നമുക്കുണ്ടാക്കാവുന്നതാണ്. ഇത് എപ്പോഴും വേനൽക്കാലത്താണെങ്കിൽ വെള്ളം നന്നായി ഒഴിച്ചു കൊടുക്കണം. മഴക്കാലമായതിനാൽ പിന്നെ അധികം വെള്ളമൊന്നും വേണ്ട. നമുക്ക് നന്നായി ഹോൾസ് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ വെക്കുന്നത് നടീൽ രീതി കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബുഷിയായി വളർത്തണ കാര്യമാണ് പറയുന്നത്. ഇതിൻ്റെ കൂമ്പല നുള്ളിക്കളയണമെന്നുള്ളത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മുടെ കടയിൽ നിന്നൊക്കെ വേപ്പിൻ്റെ ഇല മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടുകയില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാം. വേപ്പിൻ്റെ ഇല എത്ര ദിവസം വേണമെങ്കിലും കടയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞ് ഇരിക്കും. പക്ഷേ ഇതുപോലെ നമ്മൾ നമ്മുടെ വേപ്പിൻ്റെ ഇല നട്ട് പിടിപ്പിച്ചതിൽ നിന്ന് ഒടിച്ചെടുക്കുമ്പോൾ അത് ഒരു ദിവസം കഴിയുമ്പോഴേക്കും, കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് വാടിപ്പോകും. അപ്പോൾ ഇതിൽ മരുന്നൊന്നും ഇല്ലാത്ത കാരണമാണ് ഇങ്ങനെ വാടാത്തത്. കടയിൽ നിന്ന് മേടിക്കുന്നതൊക്കെ മരുന്നടിച്ച് വരുന്നത് കൊണ്ടാണ് വാടാണ്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇതുപോലെ ഒരു വേപ്പിൻ്റെ തയ്യെങ്കിലും വെച്ച് കൊടുത്താൽ നമുക്ക് നല്ലതാണ്. വാങ്ങിക്കുന്നതിനേലും നല്ലതാണ് ഒരു വേപ്പിൻ തൈ ഒരു ചട്ടിയിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അടുക്കളയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിൻഡോൻ്റെ സൈഡിലൊക്കെ വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. ഇനി നമുക്ക് നടീൽ രീതി കാണിച്ചു തരാം. ഇതുപോലെ ഇതിപ്പോൾ എനിക്ക് ഒരു പോട്ട് കിട്ടിയപ്പോൾ ഞാൻ ഇതിൽ കുറച്ചധികം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അധികം വെക്കാനും പറ്റും. ഇങ്ങനത്തെ പോട്ടാവുമ്പോൾ ഒരു 3-4 തൈയൊക്കെ നമുക്ക് അത്യാവശ്യത്തിന് വെക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അടിയിൽ ന്യൂസ് പേപ്പറാണ് ഇട്ട് കൊടുക്കുന്നത്. ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചിരട്ട വേണമെങ്കിൽ വെള്ളമൊക്കെ പോകാനായിട്ട് കുറച്ച് ചിരട്ട വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ചിരട്ട ഇട്ടിട്ടില്ല. ഇത് ഞാൻ അടുക്കളയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ശീമക്കൊന്നയുടെ ഇല, എപ്പോഴും നൈട്രജൻ ഉണ്ടല്ലോ ഈ ശീമക്കൊന്നയുടെ ഇലയിൽ നൈട്രജൻ അടങ്ങിയത് കൊണ്ട് എപ്പോഴും അത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇവിടെ വീട്ടിൽ ശീമക്കൊന്ന ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ലൊരു കീടനാശിനിയും കൂടിയാണ്, നൈട്രജനുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. മണ്ണിട്ട് കഴിയുമ്പോൾ നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന ഇപ്പോൾ ഇവിടെ മണ്ണും മണലും അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടി, കപ്പലണ്ടി പിണ്ണാക്ക്, കുമ്മായം, ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വളങ്ങളൊക്കെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളമൊന്നും ആവശ്യമൊന്നുമില്ല. അത് പിന്നെ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ലിക്വിഡായിട്ട് തെളിച്ച് കൊടുത്താൽ മതി. നമ്മൾ അടുക്കളയിൽ വെക്കുന്ന വേപ്പിൻ്റെ ഇലയ്ക്കൊക്കെ നമുക്ക് ഇലകളേമേ തെളിച്ച് കൊടുത്താൽ, സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇതിപ്പോൾ ഇവിടെ നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ മിക്സ് ചെയ്ത കപ്പലണ്ടി പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും കുമ്മായും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചെടി നടാനായിട്ട്. ഇപ്പോൾ കണ്ടോ, ഇത് മാതൃവൃക്ഷത്തിൻ്റെ തന്നെയാണ് തൈകൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുമയൊക്കെ വേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് പിടിച്ചു കിട്ടും നമുക്ക്. വേരുള്ള കാരണം അങ്ങനെ നശിച്ചു പോകത്തില്ല, വേഗം പിടിച്ചു കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഓരോ തൈയായിട്ട് വെച്ച് കൊടുക്കണം. പിന്നെ ഇടയ്ക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. നന്നായി വേരോട്ടം വരും. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് വേരോടിക്കോളും. നന്നായി വളർന്ന് തളിരൊക്കെ ഇട്ട് ഇലയൊക്കെ നമുക്കുണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തളിരില പൊട്ടിച്ച് കളഞ്ഞാൽ നമുക്ക് ബുഷിയാക്കി വളർത്താം. പിന്നെ
മഴക്കാലത്തായതുകൊണ്ട് ഇപ്പോൾ പിടിപ്പിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കുറ്റിച്ചെടിയായി വളർത്തുകയും ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇതുപോലെ വെച്ച് നമ്മളിപ്പോൾ ഇതിൽ 3 വെച്ച് കൊടുത്തിട്ടുണ്ട്. 4 വേണമെങ്കിൽ 4 വെക്കാം കേട്ടോ. ഹോൾസൊക്കെ ഇട്ട് കൊടുക്കണം ഇതിന്. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക, നന്നായിട്ടുണ്ടാവും. പിന്നെ നടാനായിട്ട് നമുക്ക് ചുവന്ന മണ്ണ്, ചകിരിച്ചോറ്, വേപ്പിൻ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, ചാണകപ്പൊടി, വേണമെങ്കിൽ കമ്പോസ്റ്റും ഇടാം. ഇതൊക്കെ വേണം നമ്മൾ 100 ഗ്രാം കുമ്മായവും ചേർത്തിട്ട് വേണം നടാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ കാലത്തേക്ക് വളമൊന്നും ഇടണ്ട. സുഡോണമസ് ഒന്ന് തെളിച്ച് കൊടുത്താൽ മതിയാകും കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്ന് നമുക്ക് പൊട്ടിക്കാനൊന്നും പുറത്തേക്കൊന്നും പോകണ്ട. ഈ മഴക്കാലം ആയതുകൊണ്ട് എല്ലാവരും ഒരു വേപ്പെങ്കിലും വെച്ച് കൊടുക്കണം. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് സൂഡോണമസ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ ഇലകളുമൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ, അതുപോലെ കഞ്ഞിവെള്ളം, പുളിപ്പിച്ച കഞ്ഞിവെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ വല്ല പുഴുക്കുത്തോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വേപ്പെണ്ണ മിശ്രിതമൊക്കെ ഒന്ന് തെളിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്ക് വേപ്പിൻ്റെ ഇല കിട്ടും. കണ്ടോ, ഇപ്പോൾ ഇതെൻ്റെ നടീൽ കഴിഞ്ഞു. ഇതിൽ 3 തൈ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഞാൻ 3-4 ചട്ടികൾ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം വേപ്പിൻ്റെ ഇല പൊട്ടിക്കാവുന്നതാണ്. കണ്ടോ, ഇത് മുന്നിൽ വെച്ച് ബുഷിയാക്കി വെച്ചിരിക്കുന്ന ചെടിയാണ്. എല്ലാം ഇതുപോലെ ബുഷിയായിട്ട് തന്നെ വളരുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെറിയ പോട്ടിലും വെക്കാം കേട്ടോ. കൊച്ചു പോട്ടിൽ ഒരു തൈയായിട്ട് വെച്ചിട്ട് നമുക്ക് വിൻഡോമ വെക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കിച്ചൻ്റെ സൈഡിൽ തന്നെയായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ വേണ്ട, ഇതിപ്പോൾ ചെറിയ തൈ എടുത്തിട്ട് നമ്മൾ ഒരു ചെറിയ പോട്ടിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് എനിക്ക് കിച്ചൻ്റെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇലകളൊക്കെ പൊട്ടിക്കാനും എളുപ്പമാണ്, കറിയിലേക്ക് ഇടാനും എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വേപ്പിൻ്റെ ഇല ഇപ്പോൾ തന്നെ വെക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു വേപ്പെങ്കിലും വെച്ച് നമുക്ക് വിൻഡോൻ്റെ സൈഡിൽ വെച്ച് കൊടുത്താൽ, ഈ മഴക്കാലമായതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. പുറത്ത് പോകുമ്പോഴും വഴുക്കലും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇതുപോലെ വെച്ച് കൊടുക്കുക. നന്നായി വേപ്പിൻ്റെ ഇല ഉണ്ടാവുകയും ചെയ്യും.